ല്ലേ? അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നൊരു ബോഡി ഇല്ലേ? പറ. ഇന്ന ഷർട്ട് ഇടണം, ചിന്തിച്ചു നോക്കിക്കേ. മീശ ഇന്ന ഷേപ്പ് വെക്കണം അല്ലേ? അത് ഡിസൈൻ ചെയ്യുന്ന ആരാ? ബോഡിയല്ല, അകത്തൊരു ഡിസൈനുണ്ട്. ചോറും കറിയും കൊണ്ടുവച്ചു, സാമ്പാർ, അവിയല്, അതെ ഇതിലേതെടുക്കണമെന്നല്ല നിയമമുണ്ടോ? അതാണ് ഡിസിഷൻ മേക്കിംഗ്. അതെ, നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഭാഗത്ത് ഉള്ള 3 ന്യൂറോണാ. ലെഫ്റ്റ് ഇൻഫെറോ ടെമ്പറൽ പരിയറ്റൽ കോർട്ടക്സ് ബ്രോക്ക. അറിയാമല്ലോ, പഠിച്ചതാണോ? അത് വന്ന് സ്കൂളിൽ പോയില്ലേ പഠിച്ചതെന്ന്? ലെഫ്റ്റ് ഇൻഫെറോ ടെമ്പറൽ പരിയറ്റൽ കോർട്ടക്സ് ബ്രോക്ക, അവരാണ് ഈ തീരുമാനം എടുക്കുന്നത്. അവരുടെ തീരുമാനത്തെ നമ്മൾ ആത്മീയ കൺട്രോൾ ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. തോമസ് പാസ്റ്ററെ അടുത്ത സഭായോഗത്തിന് പറയുക, കൺവെൻഷനും ബൈബിൾ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് തോമസ് മാമനും പോയി, എല്ലാവരും പോയി, നല്ല ഒരു ബാധ്യത എനിക്കുണ്ട്. അത് വിശ്വാസികള് അത് സഹകരിച്ചില്ല, ഞാനാകെ പ്രശ്നത്തിലാവണം. നിങ്ങൾ സഹകരിക്കണം ദൈവമക്കളെ. അതുകൊണ്ട് ഇപ്പം സ്തോത്രാഴ്ച എടുക്കുമ്പം, മനസ്സിലായോ? ഇപ്പം സ്തോത്രാഴ്ച എടുക്കുമ്പം നിങ്ങൾ കൈ തുറന്നിടണം. പോരെ ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ എന്ന് അദ്ദേഹം പറഞ്ഞെന്ന് സങ്കല്പിച്ച് പറയുമെന്നല്ല, പറഞ്ഞു. പാട്ടുപാടി സ്തോത്രാഴ്ച തുടങ്ങി. ഉടനെ നമ്മുടെ മനസ്സ് പറയും, കേട്ടോണം, മനസ്സ്, മൈൻഡ്, പാസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ, പുള്ളി ദ്രവ്യാഗ്രഹിയൊന്നുമല്ല, അപ്പൊ പുള്ളി അങ്ങനെ പറയണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ശമ്പളവും കൈ കിട്ടിയിട്ടുണ്ട്, ഒരു 50 ഇട്ടേക്കാം. ഉടനെ ഈ അച്ചായന്മാരും ആന്റിമാരും പറയും, പുള്ളി ഇങ്ങനെ ഉപദേശിച്ചാൽ പറയും, നമ്മുടെ പഴയ 10 ഇട്ടാൽ മതി. ഈ 2 തിന്ത വരാത്ത ഒറ്റ വ്യക്തിയില്ല. ഞാൻ ഫാമിലി കോൺഫറൻസിൽ പറയാനായിരുന്നു, ഇപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതിനെ അതിജീവിക്കണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് കളയാൻ സാത്താൻ പഠിച്ച പണി 18 നോക്കിയ സഭ. അവൻ അറിയാം ദൈവമക്കളെ, നമ്മുടെ നിത്യതയും ക്ലാരിറ്റി അവൻ അറിയാം. അത് നശിപ്പിക്കാൻ അവൻ നോക്കും. അതിന് വിശുദ്ധിയിൽ ഒരു കുറവും വരല്ലേ. 1% വിശുദ്ധിയിൽ കുറവുണ്ട് പോകത്തില്ല. ഇടയ്ക്കിട്ട് ക്ലീൻ ചെയ്യുന്ന പണിയൊന്നുമില്ല. അതൊക്കെ പഴയ കാലത്ത് തിരുവനന്തപുരത്തുകാരത്തി പെണ്ണ് കോട്ടയത്തെ കല്യാണത്തിനുണ്ടെന്ന തിരുവല്ലയിൽ ഹോട്ടലിൽ കയറ്റിട്ട് റെഡിയാക്കും. ആ പണിയൊന്നും ഇപ്പൊ ഇല്ല. നേരിട്ട് വരിക, നേരിട്ട് സ്വർഗത്തിൽ പോവുക. അപ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ അവന്റെ തോളില. 10 കൊമ്പും 7 തലയുമുള്ള മൃഗത്തിന്മേൽ ഒരുവൻ ഇരിക്കുന്നു. അയ്യോ, അതിനകത്തൊരു വാക്യം കേൾക്കണോ? 6-ാമത്തെ വാക്യം എന്ന് കേട്ടെ. 6-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. എവളെ കണ്ടിട്ടുണ്ടോ? ഇവളുടെ വേഷമൊക്കെ കാണുന്ന അടിച്ച് പിമ്പിരിയായിട്ടായിരിക്കുന്നത്. ലോകത്തിന്റെ സകല മോഹങ്ങൾക്കകത്തും കയറി കിടക്കുക, ഇവന്റെ കൂടെ നിൽക്കുക. യോഹന്നാൻ ഇവളെ കണ്ടിട്ട് എന്നാ പറ്റുന്ന? ഐ മാർവൽഡ്, ഞാൻ ആശ്ചര്യപ്പെട്ടു. എന്താ വാക്ക്? ആ വാക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് മലയാളികളാണ്. കേരളത്തിൽ നിങ്ങൾ വന്നാൽ ഒരു സ്ഥലം ഞാൻ കാണിക്കാം. ഇനി വരുമ്പോൾ അവധിക്ക് വരും, നോക്കിക്കോണം. ഒരു ക്യൂ ഉണ്ട്. ഇത്രയും മര്യാദക്കാരുടെ ക്യൂ വേറെ ലോകത്തിൽ ഒരിടത്തും ഇല്ല. എന്നോ അച്ചടക്കമാണെന്നറിയാവോ? ആ ക്യൂ ഒന്ന് കാണണം. വീട്ടിൽ കറിക്ക് ഉപ്പ് കുറഞ്ഞാൽ പ്ലേറ്റ് പറക്കും. പക്ഷെ അവനും അവിടെ നിൽക്കുന്നത് പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നത്. സൗകര്യമാര് കണ്ടിട്ടില്ല, അവരമാർക്ക് അറിയാം. അതിൽ ഈ പണ്ടൊക്കെ ക്യൂ, ആ ക്യൂ നിന്നവരും കാണും അതിനകത്ത് ഒരു പക്ഷെ. ഇനി നിൽക്കാൻ പോകുന്നവരൊന്നുമില്ല, നിന്നവര് കാണും. ആ ക്യൂ നിങ്ങൾക്കറിയാവില്ല, ഏതാ? യെസ്, ബിവറേജ് കോർപ്പറേഷനിലെ ക്യൂ, വിദേശ മദ്യം വിൽക്കുന്ന ക്യൂ. ഒരിക്കലും 1% നടക്കത്തില്ല. നിങ്ങളുടെ അറിവിലേക്ക് അങ്ങ് പറയുക, നിങ്ങൾ നാളെ വരുന്നു, നിങ്ങൾ കോട്ടയം വഴി അങ്ങോട്ട് പോകുന്നു, ചിങ്ങവനത്ത് ഞങ്ങളുടെ വീടിനടുത്തുണ്ട് ബിവറേജ് കോർപ്പറേഷന്റെ ക്യൂ. നിങ്ങൾ കാറിലോ ബസ്സിലോ വരിക. നിങ്ങൾ കാറിലോ ബസ്സിലോ നോക്കുമ്പോൾ അതിൽ ആ ക്യൂ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയപ്പോ അതിനിടയ്ക്ക് തോമസ് മാമൻ നിൽക്കുന്നു. നിങ്ങളുടെ ഫീലിംഗ് എന്നാ? പറ. ഭയമാണോ? തട്ടുപൊളി പ്രസംഗം നടത്തിയപ്പോൾ വേറെ നിൽക്കുന്നു.
ഇതേ കോണ്ടെക്സ്റ്റിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അന്തിക്രിസ്തുവിന്റെ തോളിൽ ഇവളെ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഇവളെ കൈയടിച്ച് പാട്ടുപാടിയോളാ, ഇവൾ അവിടെ തിരിഞ്ഞു നിന്ന് പ്രസംഗിച്ചവനാ, ഇവളെ പാട്ടുപാടിയവനാ, ഇവൻ പ്രാർത്ഥന ചൊല്ലിയവനാ, ഇവൻ നേർച്ചയിട്ടവനാ, ഇവൻ നോയിമ്പ് നോത്തവനാ, പണിയെല്ലാം ചെയ്തവനാ. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന അവന്റെ തോളയിൽ അവന്റെ രാജമുടിയാ 9ാമത്തെ. കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ, അതിന്റെ നേതൃത്വം റോമിൽ വരും എന്ന് പറഞ്ഞ കത്തോലിക്ക സഭ എന്നല്ല, റോമിലായിരിക്കും അതിന്റെ പ്രധാന നേതൃത്വം. വായിച്ചേ, അതിന് 17:15 സ്ത്രീ ഇരിക്കുന്നത് 7 മലയാകുന്നു. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശി ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും. 10ാം വാക്യം. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി. അതിന് മേലത്തെ വാക്യം 6ാം വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അകാത്തതിൽ നിന്ന് കയറി വരുന്ന നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ല, യോഹന്നാന്റെ സമയത്തില്ല. അതാണ് എതിർ ക്രിസ്തു. അടുത്ത വാക്യം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. യെരുശലേം 4 മല. യെരുശലേം 4 മല. അക്ര, ബെസ്ത, മോറിയ, സയോൺ 4 മല. റോം 7 മല. പാലത്തീൻ, കൊറിന്താനൽ, നിങ്ങൾക്കറിയാവും, ഞാൻ വിശ്വസിക്കുന്നു. പാലത്തീൻ 7 മല. നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കിക്കൂ, കറക്റ്റ് 7 മലയാ. പാലത്തീനെ തുടങ്ങും. കൊറിന്താനൽ, ആവന്തിലം, ചേളിയം, വെമിലിയം, ഐസ്കൂലീനിയം, കോപ്പിക്കോളിയം, 7 പേര്, 7 മല. അത് നേതൃത്വത്തിൽ വരും. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ ഈ ഗതികേട് വരും, ഷുവറാ. ആ കാര്യത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിന് വിട്ടാ പോയി. 9ാമത്തെ രാജമുടി കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ. 10ാമത്തെ രാജമുടി, അവന്റെ രാജമുടി തുടങ്ങിക്കഴിഞ്ഞു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. വായിക്കാം, ദാനിയേൽ 7:25. ദാനിയേൽ 7:25. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. He will try to change the time and law. സമയം മാറ്റുന്നതിന് കാരണം സൂര്യൻ ഉദിക്കത്തില്ല. അവ ടൈം മാറ്റും, നിയമം മാറ്റും. ഏത് നിയമം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നിയമം മാറാൻ തുടങ്ങി. ക്രൈസ്തവ ലോകത്തിന് ഡിസംബർ 25 ക്രിസ്തുമസ്. ക്രൈസ്തവ ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നതൊക്കെ ക്രിസ്മസ് ഡിസംബർ 25 ഇപ്പോൾ എല്ലായിടത്തും, എല്ലാ രാജ്യത്തും. പണ്ട് അതിന് കലണ്ടർ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകോപിപ്പിച്ചു 25. പക്ഷെ അതിന്റെ പ്രഖ്യാപനം എന്ന് തുടങ്ങും അറിയാമോ? ഡിസംബർ 1 എന്തോ സംഭവം? ഡിസംബർ 1 എന്തോ സംഭവിക്കും? നിങ്ങൾ പറ. കടകളിലൊക്കെ സ്റ്റാർ തൂങ്ങും. അമേരിക്കയിലൊക്കെയാണ് ഡിസംബർ ഒന്നുമല്ല, ഒക്ടോബർ എൻഡിൽ സ്റ്റാർ തൂങ്ങും. ഇംഗ്ലണ്ടിലും നമ്മുടെ കേരളത്തിൽ ഡിസംബർ 1 നിങ്ങൾ നോക്കിക്കാണോ സ്റ്റാർ തൂങ്ങും. അതിന്റെ അർത്ഥം എന്താ? ക്രിസ്മസ് വരുന്നു. ഇതുപോലെ നിയമം മാറ്റും. അതിന് 2009 തുടങ്ങി പ്രഖ്യാപനം. ലോകത്തിൽ ഒരു നിയമം മാത്രമേ നിലവിലുള്ളൂ, ഒരു ഗവൺമെന്റും പാസ്സാക്കാത്തത്, ഒരു മതവും പാസ്സാക്കാത്തത്, ഒരു പാർലമെന്റോ സഭയോ പാസ്സാക്കാത്ത ഒരു നിയമം. പക്ഷെങ്കിൽ ആ നിയമം എല്ലാവരും അനുസരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നു. കറുത്തവരും വെളുത്തവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, കേട്ടോണം, പണ്ഡിതനും പാമരനും എല്ലാവരും ഈ നിയമം അനുസരിക്കുമായിരുന്നു. ഇനി സമൂഹം വെറുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തീവ്രവാദികൾ, കൊലപാതകന്മാർ, മോഷ്ടാക്കൾ, പിടിച്ചുപറിക്കാർ, കൊള്ളക്കാർ, കടൽ കൊള്ളക്കാർ. ഇതൊക്കെ സമൂഹത്തിന് അവരെ വെറുപ്പ. ഈ നിയമം അവർ അനുസരിക്കുമായിരുന്നു. ഒരു വിദ്യാഭ്യാസമില്ലാത്തവനും, മനഃശാസ്ത്രജ്ഞന്മാർക്കൊരു അതിശയം, മെന്റൽ പേഷ്യൻസ്, നന്മ ഏത് തിന്മ ഏതെന്നറിയാത്തവരാ മാനസിക രോഗികൾ. പക്ഷെ ഈ പോയിന്റിൽ അവർ അനുസരിക്കുന്നു നിയമം.
മെന്റൽ പേഷ്യൻസ് പോലും അനുസരിക്കുന്ന ഒരു നിയമം. ആ നിയമം ലോകം വെച്ചതല്ല, ഗവൺമെന്റ് വെച്ചതല്ല. മനുഷ്യനെ ജാതിയില്ല, മതമില്ല, സഭയില്ല, ദൈവത്തിന്റെ ശ്വാസത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാകയാൽ ദൈവിക നിർണയത്താൽ മനുഷ്യന്റെ അകത്തു നിന്നും വെളിയിലേക്ക് വരുന്ന ഒരു നിയമം. അത് പ്രായമാകും തോറും നിയമം വർദ്ധിതമാകും. അതിനെ സാഹചര്യവും മനസാക്ഷിയും എല്ലാം അതിന് വളവിട്ട് വളർത്തി ഒരൊറ്റ നിയമത്തിന്റെ പേരാണ് ദ ലോ ഓഫ് മോറൽ. മലയാളം ധാർമ്മിക നിയമം. എന്താ? ഒരു പിതാവിന് തൻ്റെ മകളെ എങ്ങനെ കാണാം? ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, പറയാതിരിക്കാൻ ഒക്കത്തില്ല. അവന്റെ 10ാമത്തെ രാജമുടിയ പിള്ളേരൊക്കെ ഇവിടെ സാരമില്ല, പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു പിതാവിന് മകളെ എങ്ങനെ കാണാം? അമ്മയ്ക്ക് മകനെ എങ്ങനെ കാണാം? മൂത്ത വീട്ടിലെ ആങ്ങളയ്ക്ക് പെങ്ങളെ എങ്ങനെ കാണാം? ഏതെങ്കിലും ഗവൺമെന്റ് വച്ച നിയമമാണോ? മതമോ സഭയോ വെച്ചതാണോ? അല്ല. തീവ്രവാദികൾ ഇവരെ ഇത് അനുസരിക്കുന്നില്ലായിരുന്നോ? എന്തുകൊണ്ട് 2009 മുതൽ ലോകവ്യാപകമായി അത് മാറുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊച്ചു പ്രായപൂർത്തിയായ കൊച്ചു പെൺമക്കളെ ഗർഭം ധരിപ്പിക്കുന്ന പിതാക്കന്മാർ കേരളം മുതൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും. കേരള തലസ്ഥാനത്തുണ്ട് ഒരു 13കാരി പെങ്കൊച്ചിനെ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാക്കിയ ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ജയിലിലാണെന്നേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? പരിഷ്കാരം മൊത്ത രാജ്യങ്ങളിൽ മകൻ അമ്മയെ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് അപ്പൻ മക്കളെ ഗർഭിണികളാക്കുന്നു? ഒളിച്ചു വെക്കുന്നില്ല, പറയാതിരിക്കാനൊക്കത്തില്ല. വികാരത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇത് പ്രഖ്യാപനം തുടങ്ങിക്കഴിഞ്ഞു. ഡിസംബർ 25 ക്രിസ്മസ് 1-ാം തീയതി സ്റ്റാർ തൂങ്ങുന്നത് പോലെ ഇവൻ നിയമം മാറ്റും. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ വരും. ഇവൻ പറയും അതൊക്കെ അന്നത്തെ സിസ്റ്റം, അപ്പനമ്മ അതൊക്കെ പോയി. നിങ്ങൾ കോഴിക്കുഞ്ഞിനെ നോക്ക്, പട്ടിക്കുഞ്ഞിനെ നോക്ക്, പശുക്കളെ നോക്ക്, അവർക്ക് എന്നാ വല്ല കുറവുണ്ടോ എന്ന് പറയുന്ന പിശാച് വരുന്നു. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിൽ ഉണ്ടാകും. 10ാമത്തെ രാജമുടിയ ദൈവമക്കളെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ആ രാജമുടിയുടെ കൂടെ മറ്റൊന്നുകൂടെ ഉണ്ട്. ലോകം മുഴുവൻ സെക്സ്വൽ ആക്ടിവിറ്റീസ് വല്ലാണ്ട് വർദ്ധിക്കുന്നു. മ്ലേച്ഛതയ്ക്കുള്ള ഒരുക്കത്തിന്റെ വഴിയാണ്. ഇതുപോലെ സെക്സ്വൽ ആക്ടിവിറ്റീസ് ഇതിനു മുമ്പ് വർദ്ധിച്ച ഒരു കാലഘട്ടമില്ല. ശാസ്ത്രം പറയുന്നത് ലിബിഡോ എന്ന് പറയുന്നൊരു പവറാണ് സെക്സിന്റെ കാരണക്കാർ. അത് സയൻസ് പറയുന്നത് സാധാരണ 12-14 വയസ്സാകുമ്പോൾ ലിബിഡോ സ്റ്റാർട്ട് ചെയ്ത് 70-75 കഴിഞ്ഞ് അത് തീരുവന്ന ഇവിടെ 80കാരനും കല്യാണം കഴിക്കുന്നു. ഇപ്പം എവിടെ നിൽക്കുന്ന ലോകം? 10ാമത്തെ രാജമുടി. ഈ 10 രാജമുടി ക്ലിയർ കട്ടായേ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മറുഭാഗത്തെ സ്വർഗത്തിൽ പ്രതിഫലം. ഇന്ന് മെനക്കെട്ടി മരുഭൂമിയിൽ ചൂടിൽ താണ്ടി ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. അപ്പൊ സ്വർഗത്തിൽ നിന്ന് 21 ആക്ഷൻ തുടങ്ങാൻ പോവുക ഈ സമയത്ത്. ഇതുവരെ ഇവന്റെ കളിയാ പറഞ്ഞത്. ഇനി സ്വർഗത്തിൽ നിന്ന് 21 ആക്ഷൻ. ആദ്യത്തെ 5 ആക്ഷൻ ഒന്നിച്ച് വെളിപ്പാട് 6:12 5 ആക്ഷൻ ഒന്നിച്ചാ വായിച്ച്. വെളിപ്പാട് 1-2 ആക്ഷൻ പറയുമ്പോൾ നമ്മുടെ സമയം തീരും. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും അല്ലാതെ വെളിപ്പാട് 6:12 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. 5 ആക്ഷൻ ഒന്നിച്ചാ. സംഭവം എന്നാണെന്നറിയാമോ? അതിനു മുമ്പ് വേറൊരു കാര്യം ഉണ്ടാവും. ഇവൻ ഉടമ്പടി ചെയ്യും. വായിക്കാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഉടമ്പടി ചെയ്യും. നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ പഠനം ആത്മീയത്തിൽ ശരിക്കും പോണേ. പിന്നെ അധ്യായം വഴിയല്ല, ഇൻസിഡന്റ് വഴി പഠിച്ചോണം. മുദ്രയെല്ലാം ഇട്ട് ആദ്യത്തെ 3.5 വർഷം കൊണ്ട് കഴിയും. 3.5 വർഷം കഴിയുമ്പോൾ അവൻ 2 ലോ കൊണ്ടുവരും. ലോകത്തിൽ ജീവിക്കുന്നവരെല്ലാം എന്റെ പ്രതിമയെ നമസ്കരിക്കണം. അവന്റെ രാജമുടി.
2, എല്ലാവരുടെയും കയ്യിൽ ചിപ്പ് വെക്കണം, നമ്പരടിക്കണം. അന്ന് യഹൂദൻ അന്നേരം മനസ്സിലാകും ഇവൻ വ്യാജൻ. കാരണം യഹൂദന്മാർക്ക് ശക്തമായ 2 കൽപ്പനയുണ്ട്. 1, നിനക്കൊരു വിഗ്രഹം ഉണ്ടാകരുത്. 2, ലേവ്യ പുസ്തകം 19 ദേഹത്ത് പാടേൽപ്പിക്കരുത്. ഡു നോട്ട് മേക്ക് എനി മാർക്ക് ഓൺ യുവർ ബോഡി. നമുക്ക് തന്നിരിക്കുന്ന അടയാളങ്ങളെ നമുക്ക് ഉള്ളൂ. അല്ലാത്ത മറുകും അല്ലാത്ത പാടും അല്ലാത്തതൊന്നും നമുക്ക് വെക്കാനുള്ളതല്ല. നമ്മുടെ ശരീരം തമ്പുരാൻ ഡിസൈൻ ചെയ്തപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എവിടെ മറുകു വേണോന്ന്. അതിനപ്പുറം കയറി നമ്മൾ കുത്താൻ പോയാൽ നമ്മൾ നമ്മുടെ ദൈവമാകുക. നമുക്ക് നമ്മൾ എങ്ങനെ പോകണമെന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് ദൈവമക്കളെ. നമുക്ക് തോന്നുന്ന പോലെ പോകാനല്ല തമ്പുരാൻ വെച്ചിരിക്കുന്നത്, എങ്ങനെ ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ശക്തമായ 2 കൽപ്പനയാണ്. 1, ദേഹത്തെ പാടേൽപ്പിക്കരുത്. 2, വിഗ്രഹത്തെ നമസ്കരിക്കരുത്. ഇത് ഇവൻ നിയമമാക്കി കൊണ്ടുവരുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവൻ ചതിയനാ, ഇവന് മശിഹയാണെന്നും കൊണ്ടായി ഒപ്പിടുന്നത്. ഇവൻ മശിഹയാണെന്നുള്ള പേരില്ല ഇവനോട് കൂടെ നടക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവൻ മശിഹയല്ല. യഹൂദന്മാർ ഒരു നല്ല വിഭാഗം അവനോട് എതിർക്കും. അങ്ങനെ എതിർക്കുമ്പോൾ യഹൂദനെ ഇവൻ കൊല്ലാൻ തുടങ്ങും. 4 വിധത്തിലാ. 1, ഒരു നല്ല വിഭാഗം രക്തസാക്ഷികളാവും. 2, അവനോട് സപ്പോർട്ടുള്ള ഒരു വിഭാഗം വരും, ദാൻ ഗോത്രക്കാർ, അവരവിടെ കൂടും. 3, ഒരു കൂട്ടരെ മേലോട്ടെടുക്കും. 4, ഒരു കൂട്ടരെ ഈ രാജ്യം വരെയുള്ള മരുഭൂമിയിലേക്ക് ഓടി വരും. ഇവിടെ അവരെ 3.5 വർഷം സംരക്ഷിക്കും. ഇന്നിവർക്ക് ഭയങ്കര വൈരാഗ്യമാണെങ്കിലും ഈ സമൂഹത്തിന്റെ മനസ്സിലൊരു പ്ലാൻ മാറും. അന്ന് ദൈവം മാറ്റും. എടാ, അതും നമ്മുടെ സഹോദരന്മാരാ. നമ്മുടെ എല്ലാ അപ്പനൊന്നാ. നമ്മുടെ എല്ലാ അപ്പനൊന്നാ. ഇവരുടെ മനസ്സ് മാറും. ബൈബിളിലെ വാക്യം, പ്രൈസ് ദി ലോർഡ്. ഞാൻ അർമ്മഗദ യുദ്ധത്തിൽ കാണിക്കാം അവരെവിടുന്നാ വരുന്നതെന്ന്. അങ്ങനെ അങ്ങോട്ട് ചെതറുമ്പോൾ യഹൂദനെ തകർക്കാൻ തുടങ്ങും. അന്നേരമാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം ആരംഭിക്കുന്ന. ആ സംഭവത്തിലാ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലുള്ള 1-ാമത്തെ വീണ്ടെടുപ്പ് യഹൂദന്റെ. വായിക്കാം. അതിന്റെ ശേഷം ഭൂമിമേലും അതിന് മുമ്പേ 6:12 വായിച്ച്. 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അടുത്ത വാക്യം. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സുസ്ഥാനത്ത് നിന്നും ഇളകിപ്പോയി. 5 ആക്ഷൻ ഒന്നിച്ച്. അതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്, ഫ്രാങ്കിൽ കണ്ടുപിടിച്ചത്. സൂര്യൻ ഉറങ്ങാൻ പോകും, ചന്ദ്രൻ സൂപ്പർ ബ്ലഡ് മൂൺ ആകുമെന്ന് സയൻസ് പറഞ്ഞല്ലോ. സൂപ്പർ ബ്ലഡ് മൂൺ എന്ന് അവർ പറയുന്നത് 4-ാമത്തത്. അതാണ് 6-ാം മുദ്ര പൊട്ടിക്കും. അന്ന് നമ്മൾ വിടില്ല. നമ്മളെവിടെയാ? ഉറപ്പുണ്ടോ? ഗോഡ്സ് മോളെ, അമ്മു പറഞ്ഞ സ്വർഗത്തിലാണ്. ഗോഡ്. നമ്മൾ സ്വർഗത്തിലാ. ചന്ദ്രൻ രക്തമാകും, നക്ഷത്രങ്ങൾ താഴെ വരിക്കുന്നു. ഞാൻ 103 അസ്ട്രോയിഡ് കണ്ടുപിടിച്ച സയൻസ്. ഞാൻ പറഞ്ഞില്ലേ, 103 അസ്ട്രോയിഡ് ആകാശത്തിൽ കൊണ്ടുവച്ചു. അത് താഴോട്ട് വരും. ആകാശത്തിന്റെ സെക്കൻഡ് ലെയർ ഓസോൺ കംപ്ലീറ്റ് തമ്പുരാനും കൊണ്ട് മാറ്റും. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറും, ഓസോൺ മാറും. അടുത്തത് എല്ലാ മലയും ദ്വീപും കിടന്ന് ഇളവും. ആൻഡമാൻ സ്ഥാന്ന് പോയതുപോലെ എല്ലാം ഇളകും. 5 ആക്ഷൻ. 6-ാമത്തെ ആക്ഷൻ കേട്ടോണം. വായിച്ച വെളിപ്പാട് 7:1. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വിശ്വത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സോ സിമ്പിൾ. സൂര്യൻ ഉദിക്കത്തില്ല, ഈ ഭൂമി ചൂടില്ല, ഈ വായു ഘനീഭവിക്കും, വായു ക്ലോട്ടാവും. അതുകൊണ്ട് വായു ഇങ്ങനെ ഓടത്തില്ല, വായു സഞ്ചരിക്കത്തില്ല, ബ്രീത്തിങ് നടക്കത്തില്ല. ജനം ശ്വാസം മുട്ടും, ജനം വിമ്മിഷ്ടപ്പെടും, ശ്വാസം വലിക്കാനൊക്കത്തില്ല. മൂക്കിൽ ശ്വാസം ഊതിയവനെ ആരാധിക്കാൻ സമയം എടുക്കാതെ മാനസാന്തരപ്പെടാതെ നടന്നവൻ അന്ന് ശ്വാസത്തിന് കിടന്ന് പിടപെട കരക്കിട്ട മീനെ പോലെ കയറി പിടയ്ക്കും. 6-ാമത്തെ ആക്ഷനാ. ഓക്സിജന്റെ ഫ്ലോ നിൽക്കും. കാരണം സൂര്യപ്രകാശമില്ല, മുഴുവൻ തണുക്കും. ഓക്സിജൻ ഇങ്ങനെ ഫ്ലോ ചെയ്യത്തില്ല. ഇനിയൊന്ന് വായിച്ച അടുത്തത്. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി 7 വായിച്ചാൽ മതി. 1,44,000 പേരെ മുദ്രയിടും. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ.
അത് പഠിച്ചാൽ കാണാൻ അതിനകത്ത് ദാൻ ഗോത്രമില്ല. മഹോപദ്രവത്തിലെ ആദ്യത്തെ റിഡംഷനാ, വീണ്ടെടുപ്പ. 1,44,000 പേരെ തമ്പുരാൻ മുദ്രയിട്ട് മാറ്റും. അവര് നമസ്കരിക്കാത്തവരെ, വിഗ്രഹത്തെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാരണത്താൽ അവരെ കൊല്ലാൻ കിട്ടത്തില്ല. തമ്പുരാൻ അവരെ മുദ്രയിട്ട് മാറ്റും. അവരാ 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 1,44,000 എന്ന് പറഞ്ഞ വേറെ ഒരമ്മാമയല്ല, ഒരച്ചായനുമല്ല. ഈ 1,44,000 ഇത് ഞങ്ങളാന്ന് പറയുന്ന പുള്ളികൾ വേറെ ഉണ്ട്, അവരൊന്നും അല്ല. 7-ാം അധ്യായത്തിൽ ഇവരെ മുദ്രയിട്ടിട്ട് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയാണ് ഇവരെ എവിടെ അക്കോമഡേറ്റ് ചെയ്തെന്ന്. 14-ാം അധ്യായത്തിൽ ഇവരെ എവിടെ അക്കോമഡേറ്റ് ചെയ്തെന്ന് കാണിക്കുക. അവര് സിയോൻ മലയിലുണ്ട്, അല്ലാതെ ഞങ്ങളാന്ന് പറഞ്ഞ് ജനത്തെ കളിപ്പിക്കുന്നവരുണ്ട്. ഒരു ഞങ്ങളുമല്ല, നമ്മളുമല്ല. നമ്മൾ ആരാന്നറിയാവോ? കുഞ്ഞാടിന്റെ കാന്തയാ. We all are the bride of Christ. അതിന് ആ പദവി തന്നിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളാന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്റെ പൊന്നച്ചായ പണി നടക്കത്തില്ലെന്ന് പറയണ ഞങ്ങളല്ല, ഇവരാ. എന്നാൽ ഒരു വീണ്ടെടുപ്പ് ഈ ഭൂമിയിലുണ്ട്. അത് കേട്ടോണം. 9-ാം വാക്യം എന്ന് വായിച്ചേ. അത് നമുക്കത് ചിന്തിക്കേണ്ട. ഇതിന്റെ ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിലും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. മലയാളിയുണ്ട്, ജപ്പാൻകാരനുണ്ട്, തമിഴനുണ്ട്, ഹിന്ദിക്കാരനുണ്ട്, ഇംഗ്ലീഷുകാരനുണ്ട്, ആഫ്രിക്കക്കാരനുണ്ട്, യൂറോപ്യനുണ്ട്, ഗൾഫുകാരനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഒന്ന് വായിച്ചേ. ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവിടെ നിൽക്കണേ. നമ്മളെ വായിച്ചത് നമ്മളെന്നതാ പാടിയത്? നമ്മൾ സ്വർഗത്തിൽ പാടിയത് എന്നതാ? മഹത്വവും ജ്ഞാനവും സ്തോത്രവും സ്തുതിയും നിനക്കൊന്ന്. 2 കുഞ്ഞാടി പുസ്തകം വാങ്ങാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട രക്തം കൊണ്ട് ഞങ്ങളെ വിലക്ക് മേടിച്ചു. ഈ പുള്ളികൾ പാടുന്നത് തന്നെ അറിയാവോ? രക്ഷ എന്നുള്ള ദൈവത്തിന്റെ ദാനം, ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ വന്നു. അവർക്ക് വേറൊന്നും പറയാനില്ല. ഞങ്ങളെ രക്ഷപ്പെട്ട് ഇവിടെ വന്നു. 46 നേഴ്സുമാരെ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ മുഖം നിങ്ങൾ TV കണ്ടോ? എല്ലാം നല്ല എന്നാ സൗന്ദര്യവും എന്നാ ശോഭയും അവരുടെ മുഖത്ത്. എന്നാ അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചു ജീവിച്ചു രക്ഷപ്പെട്ടു വന്നു. അവരോട് ആരും ചോദിച്ചില്ല പെട്ടിക്കകത്ത് ഉടുപ്പുണ്ടോ, ഷർട്ടുണ്ടോ, പെർഫ്യൂമുണ്ടോ, ഇതുവല്ലോ ആരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രി മുതലുള്ള ആൾക്കാർ അവരെ സ്വീകരിക്കാൻ ചെന്നേരും ഒരാൾ പോലും ചോദിച്ചില്ല. ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, ആരും ചോദിച്ചില്ല കൈ പെർഫ്യൂം ഉണ്ടോ. നിങ്ങളോട് ചോദിക്കുന്ന പോലെ എല്ലാവർക്കും അറിയാം എന്നതാ ഇവരെങ്ങനെ വന്നു, രക്ഷപ്പെട്ടു വന്നു ബോംബിങ്ങിൽ നിന്നും. ഇതുപോലെ ഇവർക്കും പറയാനുള്ളത് ഈ കൂട്ടർക്ക് ഇതാരാന്ന് പറയാനാ? രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനം. അടുത്ത വാക്യം. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. അടുത്തത് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയെങ്കി തിരിച്ചിരിക്കുന്ന നിലയെങ്കിയുണ്ട്, കൈ കുരുത്തോലുണ്ട്, ജയത്തിന്റെ അടയാളമാ കൈ കുരുത്തോല, വെള്ള നിലയെങ്കി. അടുത്ത വാക്യം. എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. എവിടെ നിന്ന് വന്നവരാ? യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അടുത്ത വാക്യം അവൻ എന്നോട് പറഞ്ഞത് ചോദിക്കാം, മൂപ്പന്മാർ ഇവൻ എവിടെ നിന്ന് വന്നതാ? പുതിയൊരു സൂത്രം, എണ്ണിക്കൂടാൻ മേലെ, എണ്ണ ഒത്തിരി, എല്ലാം വെള്ള നിലയെങ്കിൽ ധരിച്ച് കൈ കുരുത്തോലമായിട്ട് വരും. അവര് വേറൊന്നും പറയും, രക്ഷ എന്നുള്ള ദൈവത്തിന്റെ ദാനം. ന്യായമായ ഒരു സംശയമുണ്ടോ? ഇവരെവിടുന്ന് വന്നോ? ഇനി വേറെ വല്ല ഭൂമിയുണ്ടോ? അവിടുന്ന് അങ്ങനെ അടുത്ത ലോട്ടം ഉണ്ടെന്നാണോ? അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ വേറെ ഭൂമി ഉണ്ടെന്നൊക്കെ? അവിടുന്ന് എങ്ങാനും വന്നതാണോ? ഉടനെ ഉത്തരം കേട്ടോണം. അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അടുത്ത വാക്യം. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കിയലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഈ 2 ക്ലൂ നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. നമ്മൾ എവിടെയാ ഈ സമയത്ത്? പറ. സ്വർഗത്തിൽ. ഇവരെവിടുന്ന് വന്നവരാ? മഹാകഷ്ടം എവിടെയാ? ഏത് രാജ്യത്താ? ഭൂമിയിൽ. അപ്പൊ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് വന്നവർ. അടുത്തത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് എപ്പോൾ വരെ? ഞാനിവിടെ പറഞ്ഞതാ, കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയേ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുപ്പുള്ളൂ, പിന്നില്ല. അപ്പോൾ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാ.
തോമസ് മാമ സ്നാനപ്പെടുത്തിയവർ കണ്ടേക്കാം, കാണരുതെന്നാ കണ്ടേക്കാം. പക്ഷെ എം തോമസ് പിടിച്ച് മുക്കിയതും കണ്ടേക്കാം. പക്ഷെ അങ്ങ് വന്നില്ല, നമ്മൾ പോയ കൂട്ടത്തിൽ വന്നില്ല. എന്നാ പറ്റിയെന്നറിയാവോ? ക്വാളിറ്റി പോയി, കൈവിടപ്പെട്ടു. അവർ മഹോപദ്രവത്തിൽ കുടുങ്ങി. വചനം അറിയാവുന്നവർ ഈ ക്ലാസ്സിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ഞാൻ ദുഃഖത്തോടെ പറയാം, വചനം അറിയാവുന്നവരാ. അവർക്ക് പിടികിട്ടി ഭൂമിയിലെ നടപടി കാണുമ്പോൾ മുദ്ര ഏൽക്കണം, നമസ്കരിക്കണം, ഇതെല്ലാം കൂടെ കാണുമ്പോൾ അവർക്ക് വചനം അറിയാം. അവർക്ക് പിടികിട്ടി. കർത്താവ് വന്നു പോയി, സഭ എടുക്കപ്പെട്ടു. ഇത് മഹോദ്രവകാലമാണ്. പക്ഷെ അവർ റെസിസ്റ്റ് ചെയ്യും. പക്ഷെങ്കിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും. അവർ പാടുന്ന രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനം. ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഇന്ന് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല. നമ്മൾ ന്യായമായിട്ട് നോക്കിയാൽ വലിയ കാര്യമായ വിലയൊന്നും കൊടുക്കുന്നില്ല. ചില ബുദ്ധിമുട്ടി ആരാധിക്കാൻ വരുന്നത്, ചില കാശ് തോത്രകാഴ്ച ഇടുന്നു, അതും പിതുക്കിയാണ് ഇടുന്നത്. നമ്മൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? ദശാംശം എന്ന് പറയുന്ന പലരുടെ അക്കൗണ്ടിൽ അവിടെ ചെല്ലുമ്പോൾ 0. ദശാംശത്തിന്റെ അക്കൗണ്ട് സ്വർഗത്തിൽ തുറക്കുക. ഓഡിറ്റിംഗ് കൊണ്ട് തുറക്കുമ്പോ എന്റെ പൊന്നെ, ഇവിടെ ചാടി ആരാധിച്ചവനും കടുക് പൊട്ടിച്ചു പോലെ അന്യഭാഷ പറഞ്ഞവന്റെ അക്കൗണ്ടിൽ ദശാംശം 0. അന്നേരം അവൻ പേഴ്സ് തപ്പാൻ നോക്കും. അവന്റെ ദേഹം ശരീരം രൂപാന്തരപ്പെട്ടതാ, പേഴ്സും ഇല്ല. അല്ലെ അന്നേരയിൽ എടുത്ത് കാഷ്പാഷയുടെ കയ്യിലോട്ട് കൊടുക്കാം. ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ആ കാര്യത്തിൽ പുറകോട്ടാണെങ്കിൽ ഒരു പിതാവെന്ന രീതിയിൽ പറയുന്നു, കൊടുക്കുന്നത് ഒരു ഉപദേശിക്കല്ല, ഒരു സഭയ്ക്കല്ല, ഒരു മതത്തിനുള്ള ദൈവത്തിന്. ആ കാര്യത്തിൽ ലോപം വരുത്തരുത്. അടുത്തത് കേട്ടു, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ. അതാ അവര് പാടുന്നത്, ഞങ്ങൾ അങ്ങ് വന്നു. വെരി ഗുഡ്, അവരങ്ങ് വന്നു. ഇനി ഒന്ന് വായിച്ചേ, കേട്ടോണോ? കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കിയലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അടുത്തൊക്കെ കേട്ടോണേ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. അവനെ നമ്മളോട് ആരാധിക്കും. എന്റെ യേശു എനിക്ക് എത്ര നല്ലവൻ. നമ്മളവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ശരീരം വല്ലാത്തോണ്ടൊരു ഗുണമുണ്ട്, അസൂയില്ല. ഇല്ലേ നമ്മൾ തള്ളി മാറ്റിയാനേ. പണ്ടേ ഒരു അമ്മച്ചിയുണ്ട്, ഞങ്ങൾ വൈഫ് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പറയരുതെന്ന്. ഇങ്ങനെ ഞാനങ്ങ് പറയാ, ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ അമ്മച്ചിക്ക് അവിടുത്തെ വിശ്വാസികൾ ഇട്ട പേരാ ബൈബിൾ അമ്മച്ചി. എന്നാ പറഞ്ഞാലും അമ്മച്ചി ബൈബിളിലെ ഒരു വാക്ക് പറയും. അത് പറഞ്ഞേ അമ്മച്ചി എനിക്ക് അമ്മച്ചി